നിങ്ങൾ വിചാരിക്കണ്ടേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടതൊക്കെ കൊണ്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാന്ന്? ഞങ്ങളൊക്കെ ആയുസ്സോടെ ഉണ്ടെങ്കിൽ ഓർത്തെഴുതിക്കോ സഖാവ് പിണറായി വിജയ, കട്ടത് മുഴുവൻ കക്കിച്ചിട്ടല്ലാതെ ഈ ജീവിതത്തിലെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കൂല. അങ്ങനെയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടങ്ങ് പോവാ, എന്നിട്ട് അടുത്ത ഗവൺമെന്റ് വരുമ്പോഴോ അങ്ങനെയൊക്കെ അങ്ങ് പോവാ. പള്ളി പറഞ്ഞാൽ മതി. അതിന് നടക്കുമോ നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഈ രാജ്യത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയത് പറയാൻ ബാധ്യതല്ലേ? ഞങ്ങളുടെ ഉത്തരവാദിത്തല്ലേ? ഞാൻ എന്താ അപരാധ ചെയ്തത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എനിക്ക് സത്യം പറഞ്ഞാല് സുപ്രീം കോടതിയിൽ നിന്ന് ആരെ വക്കീലെന്ന് നിങ്ങൾക്കറിയോ? അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആരെ? കെജ്രിവാളിനെ കുടുക്കിയ വക്കീല്, കെജ്രിവാളിനെതിരെ വാദിച്ച SB രാജു. രണ്ടാമത്തെ വക്കീലാണ് ഞങ്ങള് ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ കൊടുക്കുന്ന നീരജ് കൗൾ. എനിക്കെതിരെ ഞാൻ എന്റെ ആവതിനനുസരിച്ചിട്ട് ഞാനൊരു വക്കീലിനെ വെക്കുകയാണ്. 11 മണിക്ക് എന്റെ ബഹുമാന്യനായ സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട MP ഹാരിസ് മീരാനും, അതുപോലെ തന്നെ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മർസൂഖും വിളിച്ചിട്ട് പറയാണ് നമ്മൾ ജയിച്ചു. ഞാനിങ്ങനെ ദേഹത്ത് തൊട്ടു നോക്കുകയായിരുന്നു. എനിക്ക് അള്ളാഹുവിന്റെ ഒരു സ്പർശമുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ചില ഘട്ടങ്ങൾ ഉണ്ടാകും. അള്ളാഹു നമ്മളെ ചേർത്ത് വെക്കുന്നത്, അള്ളാഹു നമ്മളെ ഒന്ന് തൊടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഘട്ടമാണ്. ആ ഫീലിംഗ് ആണ് നാഥന്റെ മുമ്പിൽ ഞാൻ ആ നിമിഷം സുജൂദിലേക്ക് പോയി. എനിക്ക് എങ്ങനെയാണ് കഴിയുക ഇവരോട് മത്സരിച്ച് ജയിക്കാൻ? നീതിയില്ലെങ്കിൽ, സത്യമില്ലെങ്കിൽ, ധർമ്മമില്ലെങ്കിൽ, അതിനകത്ത് സത്യസന്ധമായ കാര്യമില്ലെങ്കിൽ 2 കേസാണ് തള്ളിയത്. ഒന്ന് ED, ഒന്ന് വിജിലൻസിനെ. എത്ര ഉപദ്രവിച്ചു എന്ന് നിങ്ങൾക്കറിയോ? ഞാന് 4 കൊല്ലം MLA ആയി നിൽക്കുമ്പോ ഒരു ഉറുപ്പിക സാലറി ഇല്ല. തിരുവനന്തപുരത്ത് നിങ്ങളൊക്കെ വരുമ്പോ വയനാട്ടുകാരല്ലേ നീ വന്നാൽ എന്റെ MLA ക്വാർട്ടേഴ്സിൽ വരാം. അവിടെ വന്നാൽ ഞാനിങ്ങനെ പത്രാസിൽ ഇരിക്കുന്നുണ്ടാവും. ക്വാർട്ടേഴ്സിന്റെ വാടക ഞാൻ കൊടുക്കണം. അറിയോ നിങ്ങള്? 4 കൊല്ലം ഒരു ഉറുപ്പിക തരാതെ നിങ്ങൾ എന്താ അപരാധ ഞാൻ ചെയ്തത്? ഞാനെന്താ അപരാധ ചെയ്തത്? ആ കേസുകള് കള്ളക്കേസുകൾ ഉണ്ടാക്കി നിങ്ങൾ അതിനെ നടത്തി. 54 മൊഴികള്. കോടതിയുടെ വാക്കെന്തായോ? വക്കീലിനോട് ചോദിക്കുകയാണ്, SB രാജുവിനോട്, KM ഷാജിക്കെതിരെ ഒരു വിസ്പർ ഉണ്ടോ? ഇതാ ഡയലോഗ്. വിസ്പർ ഉണ്ടോ? ഒരു ചെറിയ തെളിവ്. കള്ളക്കേസല്ലേ നിങ്ങൾ നടത്തിയത്? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് അത്യാവശ്യമൊക്കെ സൗകര്യമുള്ളതോട് ഞാൻ വയനാട്ടിൽ നിന്നല്ലേ സംസാരിക്കണത്. അവിടെ ഞാൻ ആ കേസ് നടത്തി. പാർട്ടിയോട് ഞാൻ പൈസ ഒന്നും വാങ്ങിയില്ല, ഞാൻ ചോദിച്ചില്ല പാർട്ടിയോട്. എന്താ കാര്യം എന്നറിയോ? ഞാനിപ്പം വരുമ്പോ നമ്മളെ കുറെ സുഹൃത്തുക്കൾ, നാസറൊക്കെ ഉണ്ടായിരുന്നു അവിടെ, ഇസ്മായിലും എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സ്റ്റേജിലിരുത്തി. നിങ്ങൾ താഴെ ഇരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ കുറച്ച് മുകളില് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ഹൃദയം അറിഞ്ഞിട്ടാണ് ഷാജി അവിടെ നിന്നോ എന്ന് സമ്മതിച്ചത്. ഇനിയും എനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അഴിമതിക്കാരനല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത എന്റേത് മാത്രമാണ്. എന്റെ ബാധ്യതയാണ്. ഞാൻ ഒറ്റയ്ക്ക് കേസ് നടത്തി. പല സുഹൃത്തുക്കളും ചോദിച്ചു, പലരും വന്നു എന്നോട്. എന്റെ ആത്മബന്ധങ്ങളുള്ള സുഹൃത്തുക്കളല്ലാതെ ആരുടെ അടുത്ത് പോയില്ല. ഒരു സിറ്റിങ്ങിന് എത്ര രൂപ വേണം സുപ്രീം കോടതിയിൽ എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഉള്ളിലൊരു കനലുണ്ടായിരുന്നു. എന്റെ മകള് പഠിക്കുന്ന സ്കൂളിൽ പോയി അപമാനിക്കാൻ ശ്രമിച്ചു ഈ പിണറായിയുടെ കയ്യാളന്മാർ. മക്കള് പഠിക്കുന്നിടത്ത് കരഞ്ഞു മകള് വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ 7 മണിക്ക് എന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിട്ട് രാത്രി 12:30 മണിക്ക് എന്റെ ഉവൈസ്, അന്ന് എന്റെ കൂടെയുണ്ട് ജില്ലാ ട്രഷറർ, വീട്ടില് എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ പൊട്ടിത്തെറിച്ച് ബഹളമുണ്ടാക്കുമ്പോഴാണ് എന്നെന്തും ചെയ്തോ നിങ്ങള്? 4 തവണയാണ് എന്റെ വീട് അളന്നത്. അടിച്ചു വരാൻ വരുന്ന മാതിരിയാ വന്നത് അളക്കാൻ. ആഴ്ചക്ക് 50 ലക്ഷം രൂപയോളം തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തപ്പോ സഖാക്കൾ പറയാണ് ക്ലോസറ്റിൽ നിന്ന് പിടിച്ചെടുക്കല് വേറെ സാധനമാണ്, തനിക്ക് സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അത് തന്റെ സ്വഭാവത്തിന് ചേർന്ന കാര്യമാണ്. എടോ, പിടിച്ചു കൊണ്ടുപോയ അന്ന് ഒരു ധാരണയില്ലാതെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഷാജി പറഞ്ഞു അത് കൊണ്ടയോ തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. കൊണ്ടുവന്നടോ, അതിപ്പോ എന്റെ കയ്യിലാ. അറിയോ നിനക്ക്? നിയമത്തിന്റെ എല്ലാ വഴിയിലും കത്തിയില്ല, കൊടുവാളില്ല, തോന്നിമാസം പറച്ചിലില്ല, ഒരു പേന കത്തി പോലും ഇല്ല, ബ്ലേഡ് ഇല്ല. നിയമത്തിന്റെ വഴിയിൽ അയാൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. അല്ലാഹുവേ, നമ്മൾ ആയുസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പടച്ചോനെ
ഈ കേസ് തെളിയുന്നവരെ ആ പിണറായി വിജയനും ആയുസ് കൊടുക്കണേ. ഞാൻ അങ്ങനെ ദ്വാരക്കുന്ന എന്നെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ. ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ പറയുന്നിട്ട് രാവിലെ ഇരുന്നിട്ട് പിണറായിക്ക് ആയുസ് കൊടുക്കണേ. ഇത് കാണാൻ ആ മനുഷ്യൻ കണ്ണ് നിറയെ കണ്ടു. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, നേരുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ടിയുടെ കൊടി പിടിച്ച് മുന്നോട്ട് പോകുമ്പോ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുണ്ടല്ലോ, അതൊരു ചെറിയ ബലമല്ല, അതൊരു ചെറിയ ബലമല്ല. അവർ തരുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഏത് ഇരട്ടച്ചങ്കനും നമുക്ക് പുല്ലിന്റെ വില മാത്രമേ ഉണ്ടാവൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ സമ്മർദ്ദം ഉണ്ടല്ലോ, കേസ് കൊടുക്കുക, ഇടങ്ങേറാക്കുക എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കണത് നമ്മളങ്ങ് ശരിയാക്കാനാ? അല്ല, അതൊരു കോംപ്രമൈസ് തന്ത്രമാണ്. അത് രാഷ്ട്രീയത്തില് നിങ്ങൾ ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതൊരു തന്ത്രമാണ്. എങ്ങനെ നിങ്ങള് നമ്മളങ്ങനെ കുടുക്കി മുറുക്കി കുടുംബത്താരെ ഇടങ്ങാറാക്കി പൈസ എടുക്കെങ്കിലും പോകുമ്പോഴത്തേക്കും പറയും സുപ്രീം കോടതിക്ക് 14 കേസാണ്, സുപ്രീം കോടതി കേസുണ്ട്. അവിടെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ പറയൂ നാളെ ഡൽഹിയിൽ കേസാണ്, വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പറയൂ നാളെ എറണാകുളത്ത് കേസാണ്. ഇങ്ങനെ മനുഷ്യരെ ഇടങ്ങാറാക്കിക്കോ. നമ്മൾ പണ്ടാറ് വേണ്ടെന്ന് എന്ത് പറ, എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോലെ വരും. ഒന്ന് മയത്തിൽ പറയും ഷാജി, നമുക്ക് നോക്കാം, കേസൊക്കെ നമുക്ക് പിൻവലിക്കാം. അതുവരെ പിണറായി വിജയൻ എങ്ങനെ ഷാർപ്പായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പതുക്കങ്ങ് വിഡ്രോ ചെയ്യാണ്. അപ്പൊ സഖാക്കൾ പറയാണ് ഷാജി ഇപ്പൊ പഴയ പോലെ ഒന്നും പറഞ്ഞില്ലട്ടാ, അവന് മനസ്സിലായി ഇയാളൊക്കെ വലിയ സംഭവമാണെന്ന്. അപ്പൊ എന്തായി, കള്ളന്റെ ഇമേജ് ഇരട്ടിയായി. ഇതൊരു തന്ത്രമാണ്. ആ തന്ത്രം ഏതാണെന്ന് അറിയണമെങ്കിലേ പിണറായി വിജയന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി ടൂർ പോയത് നോക്കിയാൽ മതി. വേറൊരു സ്റ്റേറ്റിലേക്ക് പോയില്ല. എന്താ നരേന്ദ്രമോദി പറഞ്ഞു, എന്റെ മോളെ SFIO കേസ് കൂട്ടിയിട്ട് പണി തരും, ഇറങ്ങണ്ട, പൊയ്ക്കോന്ന് പറഞ്ഞു, പൊയ്ക്കോന്ന് പറഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് നാട് വിട്ടു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നല്ല, ഇന്ത്യയിൽ CPM-ന്റെ അവസാനത്തെ ഈ ഒറ്റ മുഖ്യമന്ത്രി. ലാവ്ലിന് കേസ് വെച്ചാണ് പിണറായി വിജയ നിങ്ങൾ RSSന് വേണ്ടി വിടുപണിയെടുക്കുന്നത്. സ്വന്തം മകളെ SFIOയിൽ നിന്ന് രക്ഷിക്കാനാണ് സഖാവ് പിണറായി വിജയ തൃശൂര് നിങ്ങൾ സുരേഷ് ഗോപിക്ക് വിട്ടുകൊടുത്തത്. ഇത് പൊളിറ്റിക്കൽ കോംപ്രമൈസ് ആണ്. ഈ കോംപ്രമൈസിന്റെ മുമ്പില് ആളുകളെ കൊണ്ടുപോയി വെക്കാനാണ് ഇവർ ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. ശശികല എന്ന് പറയുന്ന സംഘ് പരിവാറിന്റെ വിഷകല ഒരിക്കല് വലിയ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. അതിനകത്ത് അവരുന്നയിച്ച ഏറ്റവും ഭീകരമായ നിറകെട്ട ആരോപണം എന്താണെന്ന് അറിയുമോ? ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചാണ് ഇവിടെ മദ്രസകൾ ഉണ്ടാക്കുന്നത് എന്ന്. ദേവസ്വം ബോർഡിന്റെ പണമാണ് ഇവിടെ ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഹിന്ദുക്കളുടെ പൈസ കൊണ്ടാണോ ശബരിമലയിൽ വരുന്ന വിശ്വാസികളായ ഹിന്ദു സഹോദരന്മാർ അവരിടുന്ന കാണിക്കയാണോ മദ്രസ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്, മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്, മുസ്ലിമാരുടെ പെൻഷൻ കൊടുക്കേണ്ടത്? അത് തെറ്റല്ലേ? ആർക്കാണത് തെറ്റല്ല എന്നറിയാവുന്നത്? ഞാൻ ഒരിക്കൽ നിയമസഭയുടെ അകത്ത് ഈ പ്രശ്നം ഇങ്ങനെ നിരന്തരമായി സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാന് ബഹുമാന്യനായ VD സതീശന്റെ അടുത്ത് വന്ന് ഒരിക്കൽ പറഞ്ഞു, പ്രിയപ്പെട്ട സതീശനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു വല്ലാത്ത വാർത്ത അതിരൂക്ഷമാം വിധത്തില് കേരളത്തിന്റെ തെരുവുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കും. ഈ RSS സംഘപരിവാരങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന ഒരു പ്രചാരണമാണ്. സതീശൻ എന്നോട് പറഞ്ഞു, ഷാജി അതിനെന്ത് കാര്യമുണ്ട്, നമുക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, എനിക്കറിയാം, കുറച്ചു പേർക്കറിയാം, പക്ഷെ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യരുണ്ടാവില്ലേ? അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ഏറ്റു. ഞങ്ങൾ അങ്ങനെയാണ്. അന്ന് നിയമസഭയിൽ സതീശന്റെ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ എപ്പോഴും നിയമസഭയുടെ രേഖകളിലെ ഏറ്റവും മികച്ച പ്രസംഗങ്ങൾ എടുത്താൽ സതീശന്റെ പ്രസംഗം ഉണ്ടാകും. അദ്ദേഹം അതിമനോഹരമായി ആ സഭയിൽ പറഞ്ഞു, ഒരു ലക്ഷമല്ല, 1 റുപ്യ വേണ്ട, ഒരണ അങ്ങനെ ഇപ്പോഴുണ്ടെങ്കിൽ 10 പൈസ ഈ ദേവസ്വത്തിന്റെ പണം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്ക്, ഹിന്ദു സമുദായത്തിന്റെ ക്ഷേത്ര നവോത്ഥാന സംരംഭങ്ങൾക്കല്ലാതെ, അതിന്റെ നടത്തിപ്പിനല്ലാതെ 1 റുപ്യ എവിടെയെങ്കിലും ചെലവഴിക്കുന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ ഇതാ ഞാൻ ഈ നിയമസഭയുടെ അകത്ത് നിങ്ങളോട് പരസ്യമായി മാപ്പ് പറയാം എന്ന സതീശന്റെ പ്രോജ്വലമായ ഒരു പ്രസംഗമുണ്ട്. നന്ദിയോടെയല്ലാതെ മതേതര വിശ്വാസികൾക്ക് സതീശനെ ഓർമ്മിക്കുമ്പോൾ ഈ പ്രസംഗത്തെ ഉദ്ധരിക്കാതിരിക്കാൻ ആവില്ല.